ഹലോ എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ എല്ലാ ആനപ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു. കാരണം ഇന്ന് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല, ഞാൻ വാടാനപ്പള്ളി സുനിയേട്ടൻ്റെ അടുത്താണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്താ പറയുക പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തി രക്ഷപ്പെട്ടു വന്നു എന്ന് പറയാം. ഒരുപാട് നാൾ 2 മാസത്തോളം ഹോസ്പിറ്റലായി കിടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു, എന്താണ് സുനിയേട്ടൻ്റെ വിശേഷം, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ആരോഗ്യ സ്ഥിതി, എന്താണ് ചേച്ചി, ഏതാണ് എന്നുള്ള രീതിക്കൊക്കെ എന്നെ പേഴ്സണലായിട്ട് ഏതൊക്കെ വഴി അന്വേഷിക്കാൻ പറ്റുന്ന ആ രീതിക്കൊക്കെ എന്നോട് അന്വേഷിച്ച കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇപ്പോൾ എന്തായാലും വീട്ടിൽ വന്ന് ഞാനിതിപ്പോൾ ഏട്ടനെ കണ്ടു, ഏട്ടൻ്റെ വിവരങ്ങളൊക്കെ അറിയിച്ചു. അപ്പം ഞാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, നിങ്ങളെല്ലാവരും അറിയേണ്ടതല്ല. കാരണം നിങ്ങൾ ഒരുപാട് നമ്മുടെ സുനിയേട്ടൻ്റെ വീട്ടുകാർ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചു അല്ലേ, സുനിയേട്ടൻ തിരിച്ചു വരണം, എന്താ പറയുക, അസുഖങ്ങളൊക്കെ മാറി നല്ല രൂപത്തിൽ തിരിച്ചു വരണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സുനിയേട്ടനെ വീണ്ടും ഞാനിവിടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, നമ്മൾ പ്രത്യേകിച്ചൊരു വിശേഷങ്ങളൊന്നും അറിയിക്കണില്ല. കാരണം ഇപ്പോൾ ചേട്ടൻ തീരെ വയ്യാതെ ബോഡി ഭയങ്കര വീക്കായിട്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഓരോരുത്തരും എനിക്ക് പേഴ്സണലായിട്ട് എന്താ പറയുക വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും പല എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങളിവരെ ചേട്ടനെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഏട്ടൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഏട്ടൻ്റെ വിവരങ്ങളും അസുഖത്തിനെ കുറിച്ചിട്ടൊക്കെ തന്നെയാണ്. സുനിയേട്ടാ നമസ്കാരം. നമ്മുടെ പ്രേക്ഷകർ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഏട്ടാ നിങ്ങളുടെ വിശേഷങ്ങൾ. നമ്മൾ ഒരുപാട് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രേക്ഷകർ കരയാണ് ഏട്ടാ, വിഷമിക്കണ്ട. ഒരുപാട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ജനങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം കൊണ്ടും തന്നെയാണ് ഇപ്പോൾ ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പം നിങ്ങളോട് ഒരുപാട് സുനിയേട്ടൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരുപാട് നന്ദി പറയുകയാണ്. സുനിയേട്ടാ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി 2 വാക്ക്, ബുദ്ധിമുട്ടിക്കണില്ല, 2 വാക്ക്. കാരണം ഏട്ടനോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് എൻ്റെ വിവരങ്ങളൊക്കെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് അറിയിക്കുക എന്നുള്ളത് ഏട്ടനും വൈഫും പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ എടുത്തതാണ്. അങ്ങനെ ക്യാമറ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഫോണിലാണ് ചെയ്യുന്നത്. സുനിയേട്ടാ, എങ്ങനെയാണത്, ആനയും കൊണ്ട് പോകുന്ന സമയത്ത് തന്നെയാണോ ഈ ഒരു സംഭവം വന്നത്? ഒഴിവായിരുന്നു. ആ, എന്താ കണ്ടത് ശരിക്കും? നെഞ്ചുവേദന അല്ലേ? നെഞ്ചുവേദന അന്ന് ഒഴിവായിരുന്നു, ആനക്ക് ഒഴിവായിരുന്നു. ആ സമയത്തായിരുന്നു നെഞ്ചുവേദന കണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയത്? അവിടെ പാട്ടക്കാരെ വിളിച്ചു അല്ലേ? വീട്ടിൽ അവരറിയിച്ചു? ഹോസ്പിറ്റലിൽ നിന്നാണ് അറിയിച്ചത്. ഏട്ടനത് ഹോസ്പിറ്റലിൽ പോകുമ്പോ അബോധാവസ്ഥയിലായിട്ടുണ്ടായിരുന്നോ? ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ബോധം പോയത് അല്ലേ? അതായത് എന്താ പറയാ, നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ടായിരുന്നു. അതിന് ഡോക്ടർ പറഞ്ഞായിരുന്നു മെഡിസിൻ വഴി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം. ഇത് 2ാമത് തന്നെ അറ്റാക്ക് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം ബ്രെയിനിലേക്ക് പോണ ബ്ലഡ് ക്ലോട്ടായി. അപ്പം അതിൻ്റെ ഓപ്പറേഷൻ കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു, ചെയ്യാൻ പറ്റിയില്ല. മെഡിസിൻ വഴി നോക്കാം, നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ള രൂപത്തിലൊക്കെ ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ട് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഓപ്പറേഷൻ്റെ ആവശ്യം വന്നില്ല. നമ്മുടെ ജനങ്ങളും ആരുടെ പ്രാർത്ഥനയാണെങ്കിലും അത് പടച്ചവൻ കേട്ടു എന്ന് പറയാം. അപ്പം ആ ഒരു പ്രാർത്ഥന മൂലം തന്നെയാണ് ഏട്ടൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഏട്ടൻ സങ്കടമാണ്. സങ്കടത്തോണ്ടാണ് ഏട്ടൻ സംസാരിക്കാത്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ബുദ്ധിമുട്ട്, ചെറിയ പ്രശ്നങ്ങൾ കാരണം, ഈ ട്യൂബ് ഇറക്കിയിട്ടുള്ള ഒരു പ്രശ്നം കാരണമാണ് ഏട്ടന് സംസാരിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇപ്പോൾ ഭക്ഷണമൊക്കെ എങ്ങനെയാണ് ഏട്ടാ കഴിക്കുന്നത്? ഭക്ഷണമൊക്കെ ട്യൂബ് എടുത്തതിന് ശേഷം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും? ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ജ്യൂസാണ് കൂടുതൽ അല്ലേ ഏട്ടാ? ജ്യൂസാണ് എപ്പോഴും അടിക്കടി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ടും ദോഷം, ഷുഗർ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് അതും നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. എന്നാൽ ഏട്ടന് ഭക്ഷണം കഴിക്കാനും വയ്യ, ആ ഒരു രീതിയിലാണ്. അപ്പോൾ എന്താണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം? എങ്ങനെ, അരിഭക്ഷണമാണോ അതോ പലഹാരങ്ങളാണോ? അരിഭക്ഷണം, കഞ്ഞി മാത്രമേ കുടിക്കുന്നുള്ളൂ അല്ലേ?
അപ്പൊ ഞാൻ ഏട്ടനെ കൂടുതലൊന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം എന്താ പറയാ, ബുദ്ധിമുട്ടാണ്, സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ സുനിയേട്ടന്റെ മോന് ഇവിടെ പ്രണവ് വന്നിട്ടുണ്ട്. പ്രണവ് ജോലി സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് സുനിയേട്ടന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പ്രണവിന്റെ അടുത്ത് ചോദിക്കാം. പ്രണവ്, എങ്ങനെയാണ് ഇപ്പോൾ അച്ഛനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു, പക്ഷെ ക്ലാരിറ്റി ഇല്ല. നമ്മുടെ ജനങ്ങൾക്ക്, നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അച്ഛനെ. അപ്പൊ അച്ഛൻ ആ ഒരു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് 4 വാക്ക് എന്താണ്, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഏട്ടന്റെ? ഇപ്പൊന്ന് വെച്ചാല് ട്യൂബൊക്കെ ഊരിയതിന്റെ ഒരു ഇതുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. വെച്ചാല് ഭക്ഷണം കഴിക്കാനും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന് ആള് പൊതുവെ സംസാരം കുറവല്ല അവരടുത്ത്. പിന്നെ അപ്പൊ അടുത്ത മാസം ഒരു ചെക്കപ്പ് കൂടി ഉണ്ട് 24-ാം തീയതി, അതിന് പോകണം. അപ്പൊ അതൊക്കെ ബുക്ക് ചെയ്തിട്ടാ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇടയ്ക്ക് പുറത്തേക്ക് പോകണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അതെ, വീട്ടിലിരിക്കാത്ത ഒരാളാണല്ലോ, എപ്പോഴും പുറലോകം ആനയും കൊണ്ട് നമ്മൾ പുറലോകം നമ്മുടെ ജനങ്ങളുടെ മുന്നിലാണല്ലോ എപ്പോഴും. ഏട്ടന്റെ ഒരു ആഘോഷമാണെങ്കിൽ എന്താണെങ്കിലും. അപ്പൊ വീട്ടിൽ ഇത്രയും 2 മാസത്തിന്റെ അടുത്തായില്ലേ മോനെ? 2 മാസം അല്ലെ, 2 മാസത്തിന്റെ അടുത്തായി ഇപ്പൊ വീട്ടിൽ. അപ്പൊ കുറച്ച് നമുക്ക് തന്നെ 1-2 ദിവസം വീട്ടിലിരുന്ന് കഴിഞ്ഞുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാലോ. അപ്പൊ ഏട്ടന്റെ ഒരു അവസ്ഥ എന്താ പറയാ, വെളിയിൽ പോവാൻ വാശി പിടിക്കും. വെളിയിൽ പോകാൻ വേണ്ടി വാശി പിടിക്കും. വണ്ടിയുടെ അടുത്തൊക്കെ പോയി വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കും, ഒറ്റയ്ക്ക് സ്റ്റാർട്ടാക്കി പോകാനൊക്കെ നോക്കും. ഒരു പ്രാവശ്യം പിടിച്ചുകൊണ്ട് വന്നതാ. അത് ശരി, വണ്ടി സ്റ്റാർട്ടാക്കുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കും. അപ്പൊ പിന്നെ ഓടിച്ചു പോകാനുള്ള ഒരു ഇതായിട്ടില്ലല്ലോ. കൈന്ന് വെച്ചാൽ സൈഡ് തളർന്നുള്ള കാരണം ഇപ്പൊ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ഈ ഇടത്തെ ഭാഗം എനക്കൊക്കെ ചെയ്യും, എന്നാലും നമുക്ക് പഴയ പോലെ ഒന്നും ആയിട്ടില്ല, ബാലൻസ് ആയിട്ടില്ല. അങ്ങനെ ഇപ്പൊ ട്യൂബ് വഴി തന്നെയായിരുന്നു ആദ്യമേ ഈ 2 മാസമായിട്ട്? ട്യൂബ് വഴി മരുന്നുകളായിരുന്നു ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്നത്. എന്നുവെച്ചാല് ഫുഡ് ചിലപ്പോ കഴിക്കാൻ പറ്റുന്ന സമയത്ത് ട്യൂബിൽ കൂടെ അങ്ങനെ കാര്യങ്ങൾ കൊടുക്കാറൊക്കെ. അങ്ങനെ ഏട്ടന് കൂടുതൽ ഇപ്പൊ സങ്കടമാണ്. ഇപ്പൊ എന്നെ കണ്ടപ്പോഴും ഫസ്റ്റ് കരഞ്ഞ്, നമ്മള് എന്താ പറയാ, കുട്ടികൾ കരയുമല്ലോ, ആ ഒരു രീതിക്കായിരുന്നു ഏട്ടന്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മളോടാണെങ്കിലും നിങ്ങളോടാണെങ്കിലും, പക്ഷെ പറയാൻ സമ്മതിക്കുന്നില്ല. വിഷമം, സങ്കടം എല്ലാം കൂടിയായിട്ട് ഏട്ടന്റെ മനസ്സങ്ങനത്തെ അനുവദിക്കുന്നില്ല. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ കാണുമ്പോഴല്ലേ വരുന്നവരോടും? അതെ, എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെ. കാണുമ്പോ എല്ലാവരും അമ്മായിമാര് വന്നാലും എല്ലാവരും വന്നാലും ഒക്കെ തന്നെ വിഷമവും കാര്യങ്ങളൊക്കെ തന്നെ. ആരുടെ അടുത്ത് അധികം സംസാരം കാര്യങ്ങളൊന്നുമില്ല. അതന്നെ സംഭവം. എല്ലാവരുടെ അടുത്തും ഒരുപോലെ തന്നെ. വെച്ചാല് പണ്ടത്തെ പോലെ സംസാരം കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടുകഴിഞ്ഞ വിഷമം, കരയുക, അതൊക്കെയാണ് ഇപ്പോൾ ആളുടെ. അതെ, നമുക്കൊക്കെ പറയുമ്പോ സുനിയേട്ടനെ ഇങ്ങനെ കണ്ടിട്ടില്ലേ? സുനിയേട്ടൻ ഒന്നെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ നാക്ക് കടിക്കും, ചീത്ത പറയും. വാ തുറന്നു കഴിഞ്ഞ് ചീത്ത പറയാനാണ് എന്നെ കണ്ടാല്. കാരണം ഞാൻ കൂടുതലും ആനകളെ കണ്ടു കഴിഞ്ഞാല് എനിക്ക് എന്റെ പേടിയും ഭയമൊക്കെ കണ്ട് പോവും. എന്നെ വിവരമില്ലാത്തതിന്റെ പ്രശ്നമാണ് കേട്ടോ. ആനകളെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും അവരുടെ കൊമ്പിൽ പിടിച്ച് ഞാലാനാണ്. അപ്പൊ ഇന്നെ കണ്ടു കഴിഞ്ഞ ഏട്ടൻ വാ തുറക്കണത് തെറി പറയാനും ചീത്ത പറയാനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഇങ്ങനെ ഒരു സൈലന്റ് ആയിട്ട് ചെറിയ പച്ച കുട്ടികൾ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. എന്തായാലും ഫുൾ പവർ ആയിട്ട് നമ്മള് തിരിച്ചു വരുമല്ലോ മോനെ, തിരിച്ചു കൊണ്ടുവരും. അതെ അതെ. ജനങ്ങളിലൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ജനങ്ങളുടെ സപ്പോർട്ട് എന്ന് വെച്ചാല് കുറെ ആൾക്കാർ നമ്മളെ പൈസ ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിച്ചൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. പിന്നെ യൂണിയനില് ബിൻചേട്ടൻ വഴിയൊക്കെ കുറെ പൈസകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുന്നന്താനം മനോജേട്ടൻ അവരുടെ ടീമൊക്കെ ആയിട്ട് കുറെ പൈസ കാര്യങ്ങളൊക്കെ ഇട്ടുതന്നിരുന്നു. പിന്നെ നമ്മുടെ ഡ്രൈവേഴ്സിന്റെ വക കുറെ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രണവിന്റെ വോയിസ് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്തായിരുന്നു. ആ വോയിസ് കാരണമാണ് ഇപ്പൊ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ചേച്ചിയുടെ കെയർ ഓഫിലും കുറെ പൈസയും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പൊ അവരോടും കൂടി ഒരു നന്ദി പറയണം. ഞാൻ ചതിയിൽ വിട്ടുപോയതാണ്. അപ്പൊ അത് പറയാൻ വിട്ടുപോയി. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിച്ചതിനും നമുക്ക് പൈസ കൊണ്ടായാലും എല്ലാത്തിനായാലും വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നതിന് എല്ലാവരോടും ഒരു നന്ദി പറയണം. അത് നമ്മളിപ്പോ എല്ലാ മേഖലയിലും, അതായത് ആനഫീൽഡുമായി ബന്ധപ്പെട്ടവരെല്ലാം നമ്മൾക്ക് പരിചയമുള്ളവരൊക്കെ ആയിട്ടും സഹായിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും എന്താ പറയാ, ഒരുപാട് കടപ്പാടുണ്ട്. ഇപ്പൊ വീട്ടുകാർക്കാണെങ്കിലും നമുക്കാണെങ്കിലും. നമ്മളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോ എന്ന് പറയില്ല. സുനിയേട്ടനാണോ? ഇപ്പോഴും എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിക്കുന്നവരുണ്ട്, എങ്ങനെയാണ് ചേട്ടന്റെ അവസ്ഥ, എന്താണ്, എങ്ങനെയാണ്, ചേച്ചി പോയായിരുന്നോ, കണ്ടായിരുന്നോ? പക്ഷെ ഞാൻ ഏട്ടന്റെ ട്യൂബ് മൂക്കിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ കാണാൻ വയ്യ. ഞാൻ സ്ഥിരം വിളിക്കും, എന്നും വിളിക്കും. മോനിക്കാണെങ്കിലും ചേട്ടന്റെ ഫോണിക്കാണെങ്കിലും ചേച്ചിയുടെ ഫോണിക്കാണെങ്കിലും ഞാൻ സ്ഥിരം വിളിക്കും. 1, 2, 3 തവണ ഒക്കെ ഞാൻ വിളിച്ചിട്ട് അന്വേഷിക്കും എന്നല്ലാതെ കാണാനുള്ള ആ ഒരു ത്രാണം എനിക്കില്ല. ഞാൻ ട്യൂബ് എടുക്കട്ടെ. ട്യൂബ് 24-ാം തീയതിയാണ് ട്യൂബ് എടുത്ത്. ട്യൂബ് എടുത്തിട്ടേ വരുള്ളൂ. ഏട്ടൻ എങ്ങനെയാണ് എന്നെ കാണുമ്പോൾ എങ്ങനെ ചീത്ത പറഞ്ഞു, അതേ രീതിക്ക് ചീത്ത പറഞ്ഞുള്ള ഒരു ഏട്ടനെ എനിക്ക് കാണണം. അല്ലാതെ ഇങ്ങനെ വെറുതെ കിടക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കാത്ത ഒരു ഏട്ടനെ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കാണാതിരുന്നത്. അപ്പോൾ ഒരുപാട് ചെലവുകൾ വന്നായിരുന്നു.
ഇനിയും എന്താ 22 ദിവസം ICU തന്നെ കിടന്നിട്ടുണ്ട്. 22 ദിവസം ICU തന്നെ കിടന്നിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, ഇതിപ്പോ എങ്ങനെയാണ് എങ്ങനെ അറിഞ്ഞേ? വീട്ടിലറിഞ്ഞെന്ന് വെച്ചാല് നമ്മളെ വിളിച്ച് അച്ഛന്റെ കൂടെ ഒരു ശ്രീരാഗൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ പുള്ളി വിളിച്ചിട്ടാണ് പറയുന്നത് അച്ഛന് നെഞ്ചുവേദന വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അപ്പൊ നീ പോന്നോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡ്യൂട്ടിയിലാണ്. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ നേരെ വീട്ടിൽ ഇങ്ങോട്ട് പോന്നു. അപ്പൊ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത്. അവിടെ പോന്നപ്പോ അമ്മ അറിഞ്ഞു. പിന്നെ ഞാൻ ആ തിരക്കിനിടയിൽ അമ്മേനെ കൊണ്ടുവരാൻ വേണ്ടി നിന്നില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോന്നു. അവിടെ എത്തിയപ്പോ ICUലാണ്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ചെല്ലുമ്പോഴേക്കും ആന്റിപ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ല. കേറി കാണാനുള്ള ഒരു സംഭവം ആയിണ്ടായിരുന്നില്ല. എന്നാലും എന്നെ കയറ്റി കാണിച്ചു. കുഴപ്പമൊന്നുമില്ല, ആളങ്ങനെ നോർമല് ആയി. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നോക്കാം, വാർഡിലേക്ക് മാറ്റി. പിന്നെ വാർഡിലേക്ക് മാറ്റി അന്ന് വൈകുന്നേരം ചീരയും കാളിയും ഒക്കെ കുഴപ്പമില്ലാണ്ടിരുന്നു. പിന്നെ വൈകുന്നേരം ആകുമ്പോ ഒരു 7 മണിക്ക് ഒരു ബാത്റൂമിൽ പോക്ക് കഴിഞ്ഞ് വന്ന് ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഫിക്സ് വന്നു. അപ്പോ ലെഫ്റ്റ് സൈഡ് തളർന്നു, ആകനെ കോച്ചി പിടിക്കുന്ന പോലെ. പിന്നെ നേരെ സ്കാനിങ്ങിൽ കയറ്റി. സ്കാനിങ് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോ പറഞ്ഞു ബ്ലഡ് കോട്ടായിട്ടുണ്ട് തലയിൽ. അപ്പോ അത് ഇവിടെ എന്തായാലും നമുക്ക് ഇതിനുള്ള സർജറിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ വേറെ അടുത്ത ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മള് കുറെ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു. കുറെ ഡിലേ എന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം ഒരു 10-11 മണിയോളായി അച്ഛനെ അവിടെ നടക്കുമ്പോ തന്നെ. അപ്പൊ എന്നിട്ട് വൈക്കം ഒരു ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലാണ്. അപ്പൊ അവിടെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല, എടുക്കും. അപ്പൊ നേരെ അവിടെ കൊണ്ടുപോയി. ഇപ്പോൾ ഡോക്ടറായിട്ട് കണ്ട് അവിടെ പോയി ഒരു ദിവസം അവിടെ കിടത്തി. പക്ഷെ ഡോക്ടർ പിറ്റേ ദിവസം വരുള്ളൂ. അപ്പോൾ വിളിച്ച് സംസാരിച്ചു. പറഞ്ഞു ഓപ്പറേഷന്റെ കാര്യങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാൻ ഇപ്പൊ വേണ്ട, മരുന്ന് നമുക്കത് കളയാനുള്ള പരിപാടി നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ആ ഡോക്ടറിന്റെ ഒരു ഇതിൽ ഇങ്ങനെ പോയി അപ്പോഴും ബ്ലഡിന്റെ അളവ് കൂടുതലായിരുന്നു തലയിൽ. അപ്പൊ ബ്ലഡിന്റെ അളവ് കുറയ്ക്കാനുള്ള മരുന്നുകൾ അപ്പൊ തന്നെ കയറ്റിക്കൊണ്ടിരുന്നു. പിന്നെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. അപ്പോൾ ഡിസ്ചാർജ് ചെയ്തു, വാർഡിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നിട്ടും ട്യൂബ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 24-ാം തീയതിയാണ് ട്യൂബ് എടുത്തപ്പോഴാണ് അച്ഛൻ കുറച്ചും കൂടി ഒരു ഫ്രീ ആയി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സംസാരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അത് കഴിഞ്ഞു കുഴപ്പമില്ലാണ്ട് വീട്ടിൽ വന്നു. ഇപ്പൊ മരുന്നുകളൊക്കെ ഉണ്ട്, എല്ലാത്തിനും മരുന്നൊക്കെ ഉണ്ട്. കാർഡിയോനൊക്കെ കാണിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ തൽക്കാലത്തിന് കുഴപ്പമൊന്നുമില്ല, എല്ലാം ക്ലിയർ ആണെന്നാണ് ഇപ്പോൾ ഡോക്ടർമാരെല്ലാരും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അടുത്ത മാസം റെസ്റ്റ് ആണ് കാണേണ്ടത് മെയിനായിട്ട്. വെച്ചാല് ആളും കൂടി ഒന്ന് വിചാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റിക്കവർ ആയിട്ട് വരുന്നതാണെന്ന് വെച്ചാല് ഈ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് മാത്രം കാര്യമില്ല, നമ്മള് വീട്ടിൽ തന്നെ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നോക്കണം. അപ്പൊ അതും കൂടിയും ഉള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും ആൾക്കില്ല. ഇപ്പോഴും നടക്കും കാര്യങ്ങളൊക്കെ ചെറിയൊരു ബാലൻസിങ് ബുദ്ധിമുട്ടുണ്ട്. അത് റെഡി ആവുന്നാണ് പറഞ്ഞത്. പിന്നെ സംസാരിക്കാനുള്ള ഈ ട്യൂബിന്റെ പ്രശ്നമാണ്. ഏട്ടന് തലേ ദിവസം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലഡ് ക്ലോട്ട് ആവുന്ന ആ ഒരു സമയം. അതിന്റെ അന്ന് എന്നെ വിളിച്ചായിരുന്നു. ഞാൻ ICUന്ന് ഇറക്കിയിട്ട് ചേച്ചിയോട് പറഞ്ഞായിരുന്നു അത്ര കൊച്ചിനൊന്ന് വിളിക്കുകയെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചായിരുന്നു. വിളിച്ച് ചേച്ചിയും ചേട്ടനൊക്കെ സംസാരിച്ചു. പിന്നെ ഞാൻ അറിയണത് ബ്ലഡ് ക്ലോട്ടായി, ഹോസ്പിറ്റലിൽ മാറി. അന്നേരം അറിയാലോ, കാരണം നമ്മൾ നല്ല രീതിയിൽ കാണാൻ നല്ലൊരു കൊച്ചു വായോ ഒക്കെ വരുമ്പോൾ വിളിക്കുന്നൊക്കെ പറഞ്ഞ ആളാണ്. പിന്നെ അബോധാവസ്ഥയിൽ കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ തന്നെ ആയിരുന്നു. നമ്മൾ പോയി കാണില്ല എന്നുള്ളൂ, വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓക്കെ ആയിട്ട് ഞങ്ങള് പവറോട് കൂടിയിട്ട്, ഏട്ടൻ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാം അല്ലേ ഏട്ടാ, 1 മാസം കൊണ്ട് ഞാൻ ആന കഴിക്കണം. 1 മാസം ഒന്നും എടുക്കണ്ട, ഏട്ടൻ വിചാരിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഫുഡ് കഴിച്ച് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുകഴിഞ്ഞാൽ 1 മാസം ഒന്നും വേണ്ട, 10-15 ദിവസത്തിൽ തന്നെ ഏട്ടനെ ആന കഴിക്കാൻ പറ്റും. സാധിക്കട്ടെ അല്ലേ? സങ്കടാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇതുവരെ ഏട്ടന് പ്രാർത്ഥിച്ച പോലെ തന്നെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന തന്നെയാണ് ഏറ്റവും വലിയ ഒരു മരുന്ന് അല്ലെ. നമ്മുടെ ജനങ്ങളുടെ സപ്പോർട്ട്, പ്രാർത്ഥന, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം, ഇതൊക്കെയാണ് നമ്മുടെ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ വേണ്ടത്. അപ്പോൾ ജനങ്ങളുടെ പ്രാർത്ഥന എന്തായാലും ഏട്ടൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ്, അതിന് ഏക തെളിവാണ് നമ്മുടെ സുനിയേട്ടൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും സപ്പോർട്ട് വേണം. അപ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് പവറായിട്ട് ഏട്ടനെയും കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലൊന്നും പറയണില്ല, കൂടുതലായിട്ട് ഇരുത്തി ബുദ്ധിമുട്ടിക്കണില്ല. അപ്പോൾ എല്ലാവരോടും നന്ദി, നമസ്കാരം.